എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 21, 22, 23, 24, 25 5 ശ്ലോകങ്ങള് നമുക്കിന്ന് നോക്കാം. ബ്രഹ്മാവും ആ മഹാദേവനും ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ആ ഭൂമിദേവിയോട് കൂടിയിട്ട് ഭൂമിദേവിയുടെ സങ്കടം പറയാനായിട്ട് ചെന്നിട്ട് ഭഗവാനെ അവിടെ കണ്ടില്ല. അപ്പൊ ദാ പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിക്കണു. അതാ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാന്റെ വാണിയായിട്ട് അങ്ങനെ കേൾക്കാണ് ബ്രഹ്മാവ്. നമുക്ക് ശ്ലോകം നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാരം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഗിരം സമാധോ ഗഗനേ സമീരിതാം നിശമ്യ വേധാത്രിദശാനുവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനഃ വിധീയതാമാശു തഥൈവ മാചിരം. ബ്രഹ്മാവ് സമാധിസ്ഥനായിരുന്നപ്പോ മഹാകാശത്തിൽ ഉച്ചരിക്കപ്പെട്ടതായ വാക്ക് ഹൃദയാകാശത്തിൽ കേട്ടു. ബ്രഹ്മാവ് ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു, ഭഗവാനെ കണ്ടില്ലല്ലോ. അപ്പൊ ഹൃദയത്തില് ഭഗവാൻ പറയണതായിട്ട് ഇങ്ങനെ പ്രകാശിക്കുകയാണ്. വേറെ ആർക്കും കേൾക്കാനില്ല, ബ്രഹ്മാവിന് മാത്രം. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ കേൾക്കാൻ കാരണം? ബ്രഹ്മാവ് അഖണ്ഡാകാരമൂർത്തി ആ വിഷ്ണുവിനോട് കൂടിയിട്ട് ഐക്യം പ്രാപിച്ചു. അതുകൊണ്ട് ആ വരാൻ പോകുന്നതും ഭവിഷ്യ കാര്യങ്ങളൊക്കെ അറിയാൻ ബ്രഹ്മാവിന് അതെല്ലാം മനസ്സിലായത്. അത് മനസ്സിന്റെ ചാഞ്ചല്യമൊക്കെ ഒതുങ്ങി അങ്ങനെ അത്രയും അഗാധമായ ധ്യാനത്തിലേക്ക് ബ്രഹ്മാവ് പോയപ്പോ ആ ചിത്തശുദ്ധി എല്ലാം വന്നു. അതുകൊണ്ടാണ് ആ ഹൃദയാകാശത്തില് ഭഗവാന്റെ വാക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കേൾക്കാണ് ബ്രഹ്മാവ്. അത് മറ്റുള്ള ദേവന്മാർക്ക് അതൊന്നും കേൾക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇതാ ബ്രഹ്മാവ് ദേവന്മാരോട് പറയണം, ഹേ ദേവന്മാരെ, ഭഗവാൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഒട്ടും താമസിയാതെ ആ ആജ്ഞ അനുസരിച്ച് നിങ്ങളെല്ലാവരും അത് പ്രവർത്തിക്കണം. കേട്ടത് പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൗരുഷീം എന്നുള്ള വാക്ക് ഇത് പറഞ്ഞല്ലോ ഇവിടെ. ഗാം പൗരുഷീമേ. ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാൻ. പുരുഷൻ, ലോകത്തില് പുരുഷൻ ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അത് ഭഗവാൻ മാത്രം. ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളാണെന്നാണ് പറയാ. സമഷ്ടി ചൈതന്യ സ്വരൂപമാണ് ഭഗവാന്റെ, അല്ലെ? ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും അന്ധക്കരണ വൃത്തിയിലിരിക്കുന്ന മഹാവിഷ്ണുവിന് പുരുഷൻ എന്ന പേര്. അപ്പൊ പുരുഷൻ പറഞ്ഞ വാക്കിനാണ് പൗരുഷി എന്ന വിശേഷം. പുരൈവ പുംസാവധൃതോ ധരാജ്വരോ ഭവദ്ഭിരംശേർയദുഷൂപജന്യതാം സയാവദുർവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്ത്യാ ക്ഷപയൻശ്ചരേൽ ഭുവി. സർവാന്തര്യാമിയായ ഭഗവാൻ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഇതെല്ലാം ഭൂമിയുടെ സങ്കടം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയണു ബ്രഹ്മാവ്. ആ ഭാരത്തെ, ആ ഭൂമിയുടെ ഭാരത്തെ തീർക്കാൻ യദുകുലത്തിൽ അവതരിക്കാൻ പോകുന്ന ഭഗവാനെ ഉപചരിക്കാൻ നിങ്ങളും പുത്രപൗത്രഭാവേനയും പാണ്ഡവന്മാരായിട്ട് ധർമ്മജാതി രൂപേണയും അവരവരുടെ അംശങ്ങൾ കൊണ്ട് ജനിക്കണം. ദേവന്മാരോട് പറയണം, നിങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഭഗവാനെ ഉപചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ജനിക്കണം. പുത്രപൗത്രന്മാരായിട്ടും പാണ്ഡവന്മാരായിട്ടും ധർമ്മജനൊക്കെ ആയിട്ടും എല്ലാവരുമായിട്ടും നിങ്ങൾ അവരവരുടെ അംശങ്ങൾ കൊണ്ട് നിങ്ങൾ ആ യദുകുലത്തിൽ പോയിട്ട് ജനിക്കണം. ഭഗവാൻ തന്റെ ശക്തി കൊണ്ട് അവതാര കാര്യത്തൊക്കെ നിർവഹിക്കും. സർവശക്തനാണ്
എന്നാലും ആ കാലം അനുസരിച്ച് തന്നെ, കാലം വന്നാല് ശത്രുക്കളെയൊക്കെ സംഹരിക്കുള്ളൂ ഭഗവാൻ. അതിനനുസരിച്ച് എല്ലാം വേണ്ടതുപോലെ ചെയ്തോളും. നിങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ട. പക്ഷേ നിങ്ങള് ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിഞ്ഞ് ഉപചരിക്കാൻ നിങ്ങള് ഭഗവാന്റെ അടുത്ത് ഭഗവാൻ പറയണത് അനുസരിച്ച്, ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ജനിച്ച് എല്ലാം ഭഗവാന്റെ ഉപചാരങ്ങളെല്ലാം അനുഷ്ഠിക്കണം എന്ന് പറയണം. ഭഗവാൻ ഭൂമിഭാരം തീർത്തുകൊണ്ട് ഭൂമിയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങളും ഭൂമിയിൽ ഇരിക്കുകയും വേണം. ഭഗവാൻ എല്ലാത്തിനും സമർത്ഥനാണ്. എന്നാലും പ്രഭുവിനെ അനുസരിക്കാൻ പരിവാരങ്ങൾ ആവശ്യമാണെന്ന് അതാണ് അദ്ദേഹം പറയുന്നത്. ഭഗവാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാം, പക്ഷെ അങ്ങനെയല്ലല്ലോ ലോക നീതി. അപ്പൊ അതുകൊണ്ട് തന്റെ സന്നിധാനത്തില് എല്ലാവരും ഉണ്ടാവണം. അത് നിങ്ങളോട് ആജ്ഞാപിച്ചത് കൊണ്ട് നിങ്ങളോടുള്ള വാത്സല്യം, അതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത് ഭഗവാന്റെ കൂടെ തന്നെ താമസിക്കാൻ നിങ്ങൾ ജനിക്കണമെന്ന്. അത്രയും വാത്സല്യം ഭഗവാന് നിങ്ങളോടുണ്ട് എന്ന് പറയുന്നു ബ്രഹ്മാവ് ദേവന്മാരോട്. വാസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. സർവോത്കൃഷ്ടനായ ഭഗവാൻ സ്വേച്ഛയാ വസുദേവ ഗൃഹത്തില് ജനിക്കും. വസുദേവപുത്രനായിട്ടാണ് ജനിക്കാൻ പോണത്. തന്റെ ആഗ്രഹപ്രകാരം. എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ ജനിക്കുന്നത്? ആ സർവേശ്വരനായ ഭഗവാൻ ഭൂഭാരം തീർക്കുന്ന ലീല ചെയ്യാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരം. പ്രത്യേകം പറയുന്നു. നമ്മളെ പോലെ സാധാരണ ജീവന്മാരെ പോലെ ഉൽപ്പത്തി ദുഃഖങ്ങളൊന്നും ഭഗവാനില്ലല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ സ്വേച്ഛ തന്നെയാണ് ജനനത്തിന് കാരണം. പിന്നെ ഭഗവാന്റെ ഭാര്യമാരായിട്ട് അവതരിക്കുന്ന രുക്മിണി രാധാദികളായിട്ടുള്ള അവരുടെയൊക്കെ ദാസിമാരായിരിക്കാൻ തക്ക രൂപ സൗന്ദര്യാദി ഗുണസമ്പന്നകളായിട്ട് ദേവസ്ത്രീകളും യദുകുലത്തിൽ സംഭവിക്കട്ടെ. അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് രുക്മിണി സത്യഭാമ അവർ ഭഗവാന്റെ ഭാര്യമാര് രാധാദേവിയൊക്കെ അതിസുന്ദരികളാണല്ലേ. അപ്പൊ അവരുടെ ഒപ്പം ഇരിക്കണമെങ്കിൽ എന്താ അതേപോലെയുള്ള രൂപസൗന്ദര്യം, അത്രയില്ലെങ്കിലും രൂപസൗന്ദര്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാവണം മറ്റുള്ള സ്ത്രീകൾക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാ ദേവസ്ത്രീകളും അങ്ങനെ തന്നെ ഭഗവാന്റെ ആ യദുകുലത്തിൽ ജനിക്കട്ടെ എന്ന് പറയണം. അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹത്തോടു കൂടിയ കൽപ്പന അതാണ്. അപ്പൊ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കണം അവര് ദേവസ്ത്രീകൾ. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യണു ഭഗവാൻ അല്ലെ. വാസുദേവ കലാനന്ദ സഹസ്രവദന സ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയ. സ്വരൂപഭൂതനായിരിക്കുന്ന അതിസുന്ദര സ്വരൂപം സ്വീകരിച്ചിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് ശോഭിക്കുന്നവനും ശ്രീകൃഷ്ണനെ വേറിട്ടിരിക്കാൻ അശക്തനും ശ്രീ മഹാവിഷ്ണുവിന്റെ അംശഭൂതനും അപരിച്ഛിന്ന ശക്തിയുള്ളവനും സഹസ്രവദനും പൂജ്യനുമായ ആദിശേഷൻ ശ്രീകൃഷ്ണന്റെ പ്രിയത്തെ ചെയ്യാനായിക്കൊണ്ട് ജ്യേഷ്ഠനായിട്ട് അവതരിക്കും. ഈ അവതാരത്തില് ഭഗവാൻ ആദിദേവൻ ആദിശേഷൻ ഭഗവാന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഭഗവാന് ഏറ്റവും എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാനായിട്ട് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കും. അപ്പൊ രാമാവതാരത്തില് അനന്തൻ അനുജനായിട്ട് ലക്ഷ്മണനായിട്ടാണ് അവതരിച്ചത് അല്ലെ. അപ്പൊ ലക്ഷ്മണൻ അനിയനായിട്ട് ഇരിക്കുമ്പോ വളരെ ദുഃഖം അനുഭവിച്ചു അല്ലെ. ഏട്ടനായതുകൊണ്ട് ഏട്ടനോടൊന്നും പറയാനും നിവൃത്തിയില്ല. അങ്ങനെ ശ്രീരാമൻ വളരെ ദുഃഖം അനുഭവിച്ചു ആദിശേഷനായിട്ട് അനുജൻ കൂടെ ഉണ്ടെങ്കിലും. അപ്പൊ ഇത്തവണ ഏട്ടനായിട്ട് തന്നെ അവതരിക്കാമെന്ന് വിചാരിക്കുകയാണ് ആദിശേഷൻ പറയണം. സർവ്വ ദുഃഖകരനും മനോഹര ശരീരത്തോടുകൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അവതരിക്കുന്നവനുമായ ശ്രീകൃഷ്ണന് ഇപ്പോ ഈ ജന്മത്തില് ഈ അവതാരത്തില് ഒരു ദുഃഖം ഉണ്ടാവാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കണു. അങ്ങനെയുള്ള അഭിപ്രായത്തോടു കൂടി ആദിശേഷൻ ഈ അവതാരത്തില് ജ്യേഷ്ഠനായിട്ട് അവതരിക്കും. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഭുനാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. സർവശക്തിയുക്തയും ലോകത്തെ മോഹിപ്പിക്കുന്നവളുമായ മായാദേവി ആ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഭഗവാന്റെ കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ കൂടെ തന്നെ അവതരിക്കും. ഭഗവാന്റെ ഇച്ഛാശക്തിയാണ് മായാദേവി. അതുകൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്നതില് ആജ്ഞാനുസാരേണ എല്ലാവരെയും ആ മായാദേവി മോഹിപ്പിക്കുന്നതിൽ എന്താ ആശ്ചര്യം? ഭഗവാന്റെ തന്നെ ഇച്ഛാശക്തിയാണ്. അതുകൊണ്ടാണ് മായാദേവി എല്ലാവരെയും മായയിൽ പെടുത്തണതെന്ന്. അതാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.